ബന്ധുനിയമന വിവാദത്തിൽ മന്ത്രി കെ.ടി. ജലീലിന്റെ ഓഫീസ് രേഖകൾ പുറത്തുവിടുന്നില്ലെന്ന് വിവരാവകാശ പ്രവർത്തകന്റെ പരാതി. നിയമന രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ അത് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ ആണെന്നാണ് മന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. ബന്ധുനിയമന വിവാദത്തിൽ മന്ത്രി കെ.ടി. ജലീലിന്റെ ഓഫീസ് വീണ്ടും വിവാദത്തിലേക്ക് നീങ്ങുകയാണ്. നിയമനം സംബന്ധിച്ച ഏതു രേഖകളും ആർക്കും പരിശോധിക്കാമെന്ന് മന്ത്രി വെല്ലുവിളി മുഴക്കിയെങ്കിലും രേഖകൾ പുറത്തുവിടാൻ തയ്യാറല്ല. രേഖകൾ ആവശ്യപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയെങ്കിലും രേഖകൾ ഓഫീസിൽ ലഭ്യമല്ല എന്നാണ് മറുപടി നൽകിയിട്ടുള്ളത്. മന്ത്രിയുടെ ബന്ധുവിന് വിവാദ നിയമനം നൽകിയത് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിലാണ്. രേഖകൾ ഇവിടെയാണുള്ളതെന്ന മറുപടി സാങ്കേതികമായി ശരിയാണെങ്കിലും ഓൺലൈൻ ട്രാക്കിംഗിൽ ഫയൽ മന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണുള്ളതെന്ന് വ്യക്തമാണ്. നിയമസഭാ സമ്മേളന കാലയളവിൽ രേഖകൾ പുറത്തു വരരുതെന്ന ലക്ഷ്യത്തോടെയാണ് ഈ രീതിയിൽ മറുപടി നൽകുന്നതെന്നും വിവരാവകാശ നിയമപ്രകാരം ഇത് ശിക്ഷാർഹമാണെന്ന് അഡ്വക്കേറ്റ് DB ബിനു പറയുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് അദ്ദേഹം ഈ പ്രവർത്തനങ്ങളെല്ലാം സുതാര്യമാണെന്നും ആർക്കും രേഖകൾ പരിശോധിക്കാമെന്ന് പറയുകയും മറുഭാഗത്ത് ഈ വിവരങ്ങൾ തരാതിരിക്കുകയും ചെയ്യുന്നു. ഇത് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 18 അനുസരിച്ച് വിവരാവകാശ കമ്മീഷന് നടപടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മന്ത്രിയുടെ ബന്ധു KT അദീബിന് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ ജനറൽ മാനേജറായാണ് നിയമനം നൽകിയത്. വിവാദമായതിനെ തുടർന്ന് അദീബ് സ്ഥാനം രാജിവെച്ചിരുന്നു. ഇതു സംബന്ധിച്ച ഒരു രേഖകളും പുറത്തുവിടാൻ തയ്യാറാകാത്ത നടപടിയും പുതിയ വിവാദത്തിന് വഴി തുറക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി.